തേങ്ങാപ്പാൽ ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നമുക്ക് ഉരുക്കാം. നാടൻ തേങ്ങ അല്ലല്ലോ, അല്ലെന്നിട്ട് നല്ല കട്ടിയാവുന്നതാണ്. അല്ല ഇത്രയും കാച്ചി എണ്ണ വറ്റിച്ചിടണമെങ്കിൽ ഗ്യാസ് കുറേ പോകും. അതാ ഇങ്ങനെ ചെയ്തത്. ഇതാകുമ്പം ഗ്യാസ് അത്ര പോവിയല്ലല്ലോ. അടപ്പേരി ശരിയായിക്കൊണ്ടേയിരിക്കുന്നു. കളപ്പിയിലായി പോയി. എണ്ണ കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിലെ തേങ്ങ ആയിരുന്നെങ്കിൽ നല്ല എണ്ണ കിട്ടിയാണ്. ഇതിപ്പോൾ കുറേശ്ശെ നോക്കട്ടെ എത്രമാത്രം കിട്ടുമെന്ന്. എൻ്റെ ഗ്യാസ് പോയതും കഷ്ടപ്പെട്ടതും മിച്ചം. ആ എണ്ണ ശരിയായി. നല്ല കനച്ച തേങ്ങയായിരുന്നു. പിന്നെ കേടായ തേങ്ങ. എന്നിട്ട് അത് ആ ഭാഗം വെട്ടിക്കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ നോക്കിക്കേ, നമ്മുടെ കേരളത്തിലെ തേങ്ങയല്ല എങ്കിൽ പോലും ഒരു തേങ്ങ തികച്ചില്ലായിരുന്നു. ഇപ്പോഴത്തെ എണ്ണ വിലയ്ക്ക് ലാഭം തന്നെ. നല്ല എണ്ണയുണ്ട്. ഇത്രയും കിട്ടി. കുഞ്ഞുങ്ങളുടെ മുഖത്ത് തേക്കുകയോ തലയിൽ തേക്കുകയൊക്കെ ചെയ്യാം. ഒരു നല്ല മണം. പൂത്തയല്ല കേടായതിൻ്റെ ഒരു ലക്ഷണവും ഇല്ല. പൊട്ടിച്ചപ്പോൾ തേങ്ങ വെള്ളം പോലും ഭയങ്കര മണമായിരുന്നു. കാച്ചിയപ്പോൾ അതൊന്നുമില്ല. സൂപ്പർ എണ്ണ കിട്ടി. തേങ്ങ കേടായ കളയില്ലേ, എല്ലാവരും ഇങ്ങനെ അത് തിരുകി അതിൻ്റെ പാല് കുറച്ച് നേരം വെച്ചിട്ട് മേളിൽ നിന്ന് തെളിച്ചത് എടുക്കണം. അത് ഞാൻ കുറച്ച് ഇളക്കി. അതുകൊണ്ട് എനിക്ക് ഒരു തേങ്ങയുടെ ഫുള്ള് കിട്ടിയിട്ടില്ല. ഒരു തേങ്ങയുടെ ഫുള്ള് കിട്ടിയെങ്കിൽ കുറച്ചുകൂടെ എണ്ണ കിട്ടിയാണ്. ഞാൻ കുറച്ച് അതിബുദ്ധി കാണിച്ചപ്പോൾ കുലുക്കിയൊക്കെ അങ്ങ് പോയി, ഇളകിപ്പോയി. പിന്നെ എല്ലാം കൂടെ ഇട്ട് തീയരിച്ചിടണമുണ്ട് ഗ്യാസ് ഫുള്ള് തീരും. അത് കാരണം ഞാനത് വെച്ച് കട്ടിയാക്കിയിട്ട് മേളിൽ നിന്ന് മാത്രം കോരിയെടുത്ത്. ഓക്കെ. പിന്നെ കനച്ച തേങ്ങ, കേടായ തേങ്ങ കളയിൽ നല്ല ഭാഗം പൊളിയെടുത്ത് ഇതുപോലെ എണ്ണയാക്കണം. എണ്ണയ്ക്ക് മണമൊന്നും ഉണ്ടാവില്ല. എണ്ണയൊക്കെ നല്ലതാണ്.